ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ അടുത്തുള്ള പാട്ടുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ അറിയാനായി ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് കഥയിലേക്ക് കടക്കാം. അസുരൻ്റെ വധു ഭാഗം 26. രചന ഫൗസിയ നൗഷാദ്. ആദി കൃഷ്ണയ്ക്ക് നേരെ തിരിഞ്ഞു. നിന്നോട് ഞാൻ പറഞ്ഞതാ എന്തുണ്ടെങ്കിലും എന്നോട് പറയണമെന്ന്. നിനക്ക് തലവേദന അല്ലേടി? ഇങ്ങനെയാണെങ്കിൽ നീ ഇവനൊപ്പം പോയേനല്ലോ. ആകെ നിയന്ത്രണം തെറ്റിയ നിലയിലായിരുന്നു. അവൻ നന്ദുവിൻ്റെ പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്ത് അവൻ്റെ ഫോണിലെ കൃഷ്ണയുടെ ഉൾപ്പെടെ എല്ലാ ഫോട്ടോയും അടിച്ചു കളഞ്ഞു. അതിൽ കിടന്ന മെമ്മറിയും സിമും നശിപ്പിച്ചു. എന്നിട്ടും മതിയാവാത്ത പോലെ അവൻ ആ ഫോൺ തല്ലി പൊട്ടിച്ചു. ആകെ കലിപ്പൂണ്ട് നന്ദുവിനെ ശരിക്ക് തല്ലി. അവൻ്റെ ദേഹത്ത് പലയിടത്തു നിന്നും രക്തമൊഴുകി. അവൻ അവശനായി. കൃഷ്ണ ആദിയെ തടഞ്ഞു. നിർത്തേട്ടാ, മതി, ഇനി തല്ലിയാൽ അവൻ ചത്തുപോവും. ചാവട്ടെ, ഇങ്ങനെയുള്ളവന്മാർ ചാകുന്നത് തന്നെയാണ് നല്ലത്. നീ എന്താടാ കരുതിയേ? ഗാഥയുടെ വീട്ടിൽ കയറി അടിയുണ്ടാക്കിയാൽ ഞാൻ അറിയില്ലെന്നോ? അവരെനിക്ക് ആരുമല്ലെന്നോ? ഞാനൊന്നും അറിയാത്തതുപോലെ ഭാവിക്കുമെന്നോ? അവരെൻ്റെ കുടുംബമാണ്. എൻ്റെ പെങ്ങന്മാർ തന്നെയാണ് അവിടെ ഉള്ളത്. ഞാനത് ഇടപെടില്ലെന്ന് കരുതിയെങ്കിൽ നിനക്ക് തെറ്റി. അവസാനമായിട്ട് ഞാൻ പറയുക നന്ദു, ഇനി എൻ്റെ ഭാര്യയുടെ മേലോ അല്ലെങ്കിൽ എനിക്ക് വേണ്ടപ്പെട്ട ആരുടെയെങ്കിലും മേൽ നിന്റെ നിഴലെങ്കിലും പതിഞ്ഞ പിന്നെ മുന്നും പിന്നും നോക്കാൻ എനിക്കില്ല. നിന്നെ ഞാൻ വെച്ചേക്കില്ല. ഒന്നുകൂടി കേട്ടോ. അവൻ കൃഷ്ണയുടെ കയ്യിൽ പിടിച്ചു. ഈ നിൽക്കുന്ന കൃഷ്ണഗാഥ എൻ്റെ ഭാര്യയാണ്. ഈ ആദിഷ് വർമ്മയുടെ ഭാര്യ, മിസ്സിസ് ഗാഥ ആദിഷ്. ഒരുത്തനും അവളെ നോക്കി വരണ്ട. ഇവളെ എൻ്റേതാണ്, എൻ്റെ മാത്രം. ആദി അത് പറഞ്ഞതും അത് വിശ്വാസം വരാത്ത വണ്ണം അവൾ നിറകണ്ണുകളോടെ അവനെ നോക്കി. അവൻ അവളെ നോക്കിയില്ല. നന്ദുവിനൊരു ചവിട്ടുകൂടെ കൊടുത്ത് ആദി കൃഷ്ണയുടെ കൈ പിടിച്ച് മുറിക്ക് പുറത്തേക്ക് വന്നു. കൃഷ്ണ ഒന്നും മിണ്ടിയില്ല. പകരം അവനെ തന്നെ നോക്കുകയാണ്. അവൻ പറഞ്ഞ വാക്കുകൾ അവളുടെ ഉള്ളിൽ അലയടിച്ചു കൊണ്ടിരുന്നു. ഈ നിൽക്കുന്ന കൃഷ്ണഗാഥ എൻ്റെ ഭാര്യയാണ്. ഈ ആദിഷ് വർമ്മയുടെ ഭാര്യ, മിസ്സിസ് ഗാഥ ആദിഷ്. ശരിക്കും ഞാൻ ഭാര്യയാണെന്നല്ലേ ആദിയേട്ടൻ പറഞ്ഞത്? ഇതൊക്കെ സ്വപ്നമാണോ ഈശ്വര? തിരികെ കാറിൽ കയറുമ്പോൾ അവളുടെ നോട്ടം കണ്ട് ആദ്യം അവളെ രൂക്ഷമായൊന്ന് നോക്കി. എന്താടി നോക്കുന്നത്? മനുഷ്യരെ കണ്ടിട്ടില്ലേ? ഞാൻ വെറുതെ. അവൻ നിഗൂഢമായൊരു പുഞ്ചിരിയോടെ കാർ മുന്നോട്ടെടുത്തു. ആദിഷ് വർമ്മ ശരിക്കും ആരാണ്? എങ്ങനെയാണ് ഇങ്ങനെ ഓരോ സമയത്തും മാറ്റി പറയാൻ കഴിയുന്നത്? അവനേതോ കോള് വന്നതും പെട്ടെന്ന് അവനത് കട്ടാക്കി. വീണ്ടും കോള് വന്നതും ആദി ഫോൺ കാതോരം ചേർത്തു. ഹേയ് വെയിറ്റ്, ഐ വിൽ കോൾ യു ബാക്ക്, ബൈ. അത് കേട്ടതും കൃഷ്ണയ്ക്ക് മനസ്സിലായി താൻ കേൾക്കാൻ പാടില്ലാത്ത എന്തോ ആണ് ആദിക്ക് പറയാനുള്ളതെന്ന്. ആദി എന്ന് കൃഷ്ണയോട് മിണ്ടിയതേയില്ല. അവൻ നല്ല ദേഷ്യത്തിലായിരുന്നു. ആരോടോ ഉള്ള വെറുപ്പ് അവൻ്റെ മുഖത്ത് നിഴലിച്ചു. കൃഷ്ണ പുസ്തകം വായിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് മാനസി മുറിക്ക് മുന്നിൽ വന്നത്. അവൾ കൃഷ്ണയെ കൈകാട്ടി വിളിച്ചു. കൃഷ്ണ ബാൽക്കണിയിൽ ലാപ്ടോപ്പ് നോക്കിക്കൊണ്ടിരുന്ന ആദിയെ ഒന്ന് നോക്കിയ ശേഷം പുറത്തേക്ക് വന്നു. എന്താ വല്യേച്ചി ഇവിടെ? വാ, അകത്തേക്ക് വാ. ഞാനില്ല, നീ എൻ്റെ കൂടെ ഒന്ന് വരാമോ? ഞാൻ ഷോപ്പിങ്ങിന് പോകുന്നുണ്ട്. ഇവിടെ വേറെ ആരും ഇല്ലല്ലോ കൂടെ കൊണ്ടുപോകാൻ. ഞാൻ ഏട്ടനോടൊന്ന് പറഞ്ഞിട്ട് വരാം. ശരി, പിന്നെ ഡീറ്റെയിൽസ് കൂടെ എടുത്തേക്ക്, നിൻ്റെ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ. അതെന്തിനാ? അതൊക്കെ പറയാം, വേഗം. ഞാൻ താഴെ നിൽക്കാം, പെട്ടെന്ന് വാ. അവൾ ആദിയുടെ അടുത്തേക്ക് വന്നു. അവൾ അടുത്ത് വന്നിട്ടും അവൻ തല ഉയർത്തി നോക്കിയില്ല. ഏട്ടാ. എന്താടി? അവൻ അവളെ നോക്കാതെ തന്നെ ചോദിച്ചു. ഞാനൊന്ന് പുറത്ത് പോയിട്ട് വരാം, മാനസീച്ചി വിളിച്ചു. ഓഹോ, അപ്പം സമ്മതം ചോദിക്കലല്ല, വരാമെന്നേറ്റു അല്ലേ? അയ്യടാ, ഞാനെന്തിനു സമ്മതം ചോദിക്കണം? എന്നെ വിളിച്ചു, അതുകൊണ്ട് എനിക്ക് പോവണം. നെഞ്ചിൽ കൈ പിണച്ച് ആറ്റിറ്റ്യൂഡ് കൃഷ്ണ പറഞ്ഞു. ഓഹോ, എന്നാ നീ പോവണ്ട. ഞാൻ പോവട്ടെ. എന്നാ പോടി, നിന്നെ ആരെങ്കിലും പിടിച്ചു വെച്ചേക്കുന്നോ? എന്നാ ശരി. പിന്നെ ഒരു കാര്യം കൂടെ, ഞാനിന്ന് വരില്ലാട്ടോ. നേരെ വീട്ടിലേക്ക് പോവാണ്. ദേവിമോളെ കാണണം. കുറേ ദിവസമായില്ലേ, 2 ദിവസം നിന്നിട്ടേ വരൂ. ശരി, നിൻ്റെ ഇഷ്ടം. വീട്ടിലെത്തിയിട്ട് എനിക്കൊരു മിസ് കോൾ അടിക്കണം, ഓക്കെ? അവൻ പേഴ്സിൽ നിന്ന് കുറച്ച് ക്യാഷ് എടുത്ത് നീട്ടി. ഇതൊന്നും വേണ്ട, ഞാനൊന്നും വാങ്ങാനല്ലല്ലോ പോകുന്നത്. ഇതിരിക്കട്ടെ, ഒരു വഴിക്ക് പോകുന്നതല്ലേ. അവൾ മനസ്സില്ലാ മനസ്സോടെ അത് വാങ്ങി. വേഗം തന്നെ റെഡിയായി താഴേക്ക് വന്നു. മാനസി കാത്തു നിൽപ്പുണ്ടായിരുന്നു. ഗ്ലാസ് പിടിപ്പിച്ച ഒരു വൈറ്റ് ചുരിദാറായിരുന്നു മാനസിയുടെ വേഷം. ഷോള് വൺ സൈഡായി ഇട്ടിട്ടുണ്ട്. നല്ല നാടൻ ലുക്കിലാണ്. കൃഷ്ണയ്ക്ക് സംശയം തോന്നി. ഷോപ്പിങ്ങിന് തന്നെയാണോ? എന്തായാലും അവളൊന്നും ചോദിച്ചില്ല. മാനസി കാർ ഡ്രൈവ് ചെയ്തു. നമ്മൾ എവിടേക്കാ പോകുന്നതെന്നറിയോ? എവിടേക്കാ? ആദ്യ ഹോസ്പിറ്റലിലേക്ക്. ഇനിയും വെയിറ്റ് ചെയ്യാൻ വയ്യ. ഇന്ന് നിനക്കൊരു ഇൻ്റർവ്യൂ ഉണ്ട്. ഞാനെല്ലാം പറഞ്ഞിട്ടുണ്ട്, എങ്കിലും അവരുടെ ഒരു ഉറപ്പിന് വേണ്ടിയാണ്. അയ്യോ, ഇൻ്റർവ്യൂ? ഞാനൊന്നും നോക്കിയില്ല ചേച്ചി.
ഏയ് നെർവസ് ആവണ്ട, നിന്നെ അറിയാൻ വേണ്ടിയാണ്, വലിയ കാര്യമൊന്നുമില്ല. മാനസി അവർ ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് പറഞ്ഞു കൊടുത്തു. അവളെയും കൂട്ടി ഹോസ്പിറ്റലിൽ വന്നു. ഇൻ്റർവ്യൂ ഒന്നും പറയാൻ മാത്രം ഒന്നും ഉണ്ടായിരുന്നില്ല. 2 ഡോക്ടർമാരെ ഉണ്ടായിരുന്നുള്ളൂ. അവർ കൃഷ്ണയോട് പേരും ഡീറ്റെയിൽസും ഒക്കെ ചോദിച്ചപ്പോൾ ബോൾഡായി തന്നെ അവൾ എല്ലാത്തിനും മറുപടി പറഞ്ഞു. പിന്നെ മാനസി പറഞ്ഞു കൊടുത്ത 2-3 ചോദ്യങ്ങളും ഉണ്ടായിരുന്നു. അതിനെല്ലാം അവൾ മറുപടി പറഞ്ഞപ്പോൾ അവർക്ക് സംതൃപ്തരായി. കൃഷ്ണഗാഥ, യു ആർ അമേസിങ്. നല്ല മാർക്കോടെയാണല്ലോ പാസ്സായത്. ആൻഡ് യു ആർ സോ സ്മാർട്ട്. ഇതേപോലെയുള്ളവരെയാണ് നമ്മുടെ മെഡിക്കൽ സെക്ടറിൽ ആവശ്യം. യു ആർ സെലക്റ്റഡ്. താങ്ക് യു സർ, അവൾ അഭിമാനത്തോടെ പറഞ്ഞു. അവർക്ക് അവളെ നന്നേ ബോധിച്ചു. പുറത്ത് കാത്തു നിൽക്കുന്ന മാനസിക്ക് സമീപം മെയിൻ ഡോക്ടർ വന്നു. കൊള്ളാം, താൻ പറഞ്ഞെങ്കിലും ഇത്ര വിചാരിച്ചില്ല. ഷീസ് ബ്രില്യൻ. അപ്പോൾ കൃഷ്ണഗാഥ വിത്തിൻ 1 വീക്ക് താൻ ജോയിൻ ചെയ്തിരിക്കണം. ഓക്കെ? ഓക്കെ സാർ. തിരികെ മാനസിയുടെ ഒപ്പം കാറിൽ കയറുമ്പോൾ അവളുടെ ഹൃദയം സന്തോഷത്താൽ തുടിച്ചു. ജോലി അവളുടെ കുഞ്ഞിലെ മുതലുള്ള സ്വപ്നമായിരുന്നു. അമ്മയുടെ കഷ്ടപ്പാടിൽ നിന്ന് അവൾ പഠിച്ച പാഠം അതായിരുന്നു. പെണ്ണുങ്ങൾ പഠിക്കണം, അവർക്കൊരു ജോലി വേണം, സ്വന്തം കാലിൽ നിൽക്കണം. സാഹചര്യങ്ങൾ കൊണ്ട് അവൾക്ക് ഇത്ര നാൾ ഒരു ജോലി നോക്കാൻ സാധിച്ചില്ല. കരുതിയ പോലെ ആയിരുന്നില്ലല്ലോ ഒന്നും. ഇപ്പോഴാണ് എല്ലാം ഒന്നൊഴിഞ്ഞത്. ജോലിക്ക് പോവാതിരിക്കണമെന്ന് ഇല്ലായിരുന്നു, ഒന്ന് സമാധാനമായിട്ട് പോവാം എന്നായിരുന്നു തീരുമാനം. എന്തു തോന്നുന്നു കൃഷ്ണ? എന്താ പറയാ വല്യേച്ചി, താങ്ക് യു സോ മച്ച്. ജോലി എൻ്റെ സ്വപ്നമായിരുന്നു. അതിന് ഞാനൊന്നും ചെയ്തില്ല കൃഷ്ണ, തനിക്ക് അർഹതപ്പെട്ടതാണിത്. യു ആർ ബ്രില്യൻറ്റ്. ചേച്ചി എന്നെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്താൽ മതി. അതൊക്കെ ചെയ്യാം. കഴിഞ്ഞില്ല, നമുക്ക് മാളിൽ പോകണം, ഷോപ്പിംഗ് ഉണ്ട്. പിന്നെ കൃഷ്ണയ്ക്ക് ഞാൻ ഒരാളെ പരിചയപ്പെടുത്തി തരാം. അവർ മാളിലെത്തി. മാനസി കുറേ ഡ്രസ്സും മേക്കപ്പ് ഐറ്റംസും വാങ്ങി കൃഷ്ണയ്ക്കും കൊടുത്തു. ഇതൊക്കെ എന്തിനാ? എനിക്കിപ്പോൾ എല്ലാ ആവശ്യത്തിലധികമായി ചേച്ചി, ഇനി വേണ്ട. ഇതെൻ്റെ വക ഇരിക്കട്ടെ, ഞാൻ നിനക്കൊന്നും വാങ്ങി തന്നിട്ടില്ലല്ലോ. കൃഷ്ണ ചെറുതായി പുഞ്ചിരിച്ചു. അവൾ ഓർക്കുകയായിരുന്നു അവളുടെ പഴയ ജീവിതം. ജീവിതത്തിൻ്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ അമ്മ കുറച്ചൊന്നുമല്ല പാടുപെട്ടത്. വസ്ത്രമെടുത്ത് പൈസ കളയുന്ന ശീലമൊന്നും ഉണ്ടായിരുന്നില്ല. ആവശ്യത്തിന് മാത്രം 1-2 എടുത്തു വയ്ക്കും. അതുതന്നെയാണ് മാറി മാറി ഇടുന്നത്. എങ്കിലും അതൊന്നും ഒരു പ്രശ്നമായിരുന്നില്ല. പരസ്പരം സ്നേഹത്തിലും സഹകരണത്തിലും അതൊക്കെ വലിയ കാര്യമാക്കിയില്ല. പക്ഷേ ഇപ്പോഴോ എല്ലാം ആവശ്യത്തിലധികം. ആരുടെ ഒപ്പം ഷോപ്പിങ്ങിന് പോയാലും അവരുടെ വക ഡ്രസ്സ്. അതിനോട് വലിയ താല്പര്യമില്ല. വേണ്ടത് സ്നേഹമാണ്, ആദിയുടെ സ്നേഹം. അതില്ലാതെ മറ്റെന്ത് തന്നിട്ടും യാതൊരു കാര്യവുമില്ല. ഒരു പെണ്ണിന് താൻ സ്നേഹിക്കുന്ന പുരുഷന് വേണ്ടി എത്രമാത്രം മാറാൻ കഴിയുമെന്ന് ഇപ്പോൾ മനസ്സിലായി. കൃഷ്ണ കുറേ മാറി. ഇപ്പോഴും ഉള്ളിൽ ആ പഴയ കൃഷ്ണയുണ്ട്. അത് തിരികെ കൊണ്ടുവരണം. ഭർത്താവിന് വേണ്ടി എല്ലാം ത്യജിക്കുന്ന എത്രയോ സ്ത്രീകളുണ്ട്. അതിലൊരാളാവാൻ താല്പര്യമില്ല. ത്യജിക്കണം, പക്ഷേ അതിൻ്റെ സ്വപ്നങ്ങളും മോഹങ്ങളുമല്ല. ആദ്യം അത് മനസ്സിലാക്കണം. സ്നേഹിച്ചു തുടങ്ങുമ്പോൾ ഒക്കെ മനസ്സിലാവും. അവൾ ഓരോ ചിന്തകളിൽ ലയിച്ചു നിൽക്കുമ്പോഴാണ് പിന്നാലെ നിന്ന് മാനസി വിളിച്ചത്. അവൾ തിരിഞ്ഞു നോക്കി. മാനസിക്കൊപ്പം സുന്ദരനായൊരു ചെറുപ്പക്കാരൻ കൂടിയുണ്ട്. കൃഷ്ണ, ഇതാണ് ഞാൻ പറഞ്ഞ ആൾ. മീറ്റ് മൈ ഫിയാൻസി വരുൺ. വരുൺ, ദിസ് ഇസ് കൃഷ്ണഗാഥ, മൈ സിസ്റ്റർ ഇൻ ലോ. അനീത തന്നെയാ. കൃഷ്ണ ആദ്യമുണ്ടായ അമ്പരപ്പിലായിരുന്നു. വരുൺ പുഞ്ചിരിയോടെ അവളെ നോക്കി കൈനീട്ടി. കൃഷ്ണയും കൈ കൊടുത്തു. വരൂ, നമുക്കൊരു കോഫി കുടിക്കാം. അവർ ഫുഡ് കോർട്ടിലേക്ക് നടന്നു. കൃഷ്ണയ്ക്ക് ചമ്മൽ തോന്നി അവരുടെ കൂടെ ഇരിക്കുന്നതിൽ. പക്ഷേ വരുണിന് അതൊന്നും ഇല്ല. ആൾ നല്ല പുഞ്ചിരിച്ച് ആക്റ്റീവായിരിക്കുകയാണ്. ഡോക്ടർ കൃഷ്ണഗാഥ അല്ലേ? മാനസി പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്യില്ലേ ഉടൻ തന്നെ. അതെ ഡോക്ടർ. ഏയ് ഡോക്ടർ എന്നൊന്നും വിളിക്കേണ്ട, വരുൺ എന്ന് വിളിച്ചാൽ മതി. നിങ്ങളെന്നാ സംസാരിക്കും, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ, എനിക്കൊന്ന് 2 കാര്യങ്ങൾ നോക്കാനുണ്ട്. അവൾ അവരുടെ ഇടയ്ക്ക് നിന്ന് മാറാൻ വേണ്ടി പറഞ്ഞു. അവർക്കത് മനസ്സിലായി. അവർ സമ്മതം മൂളി. 2 പേരും സംസാരിക്കുമ്പോൾ കൃഷ്ണ മാള് ചുറ്റി കറങ്ങി കാണാൻ തുടങ്ങി. പെട്ടെന്ന് മാളിൻ്റെ സൈഡിൽ നിന്ന് ഫോട്ടോ എടുക്കുന്ന കുറച്ചുപേരെ അവൾ ശ്രദ്ധിച്ചു. അവൾക്ക് അവനെ ഓർമ്മ വന്നു. ആൽബി, അവൾ മെല്ലെ മൊഴിഞ്ഞു. അവൾ അവനെ തന്നെ നോക്കി നിന്നു. അവൻ ഫ്രണ്ട്സിനൊപ്പം ഫോട്ടോ എടുക്കുകയാണ്. അവൻ്റെ കരണക്കുറ്റിക്ക് 2 അടി കൊടുത്ത് സത്യം പറയിക്കണമെന്ന് അവൾക്ക് തോന്നി. പക്ഷേ സാഹചര്യം അതല്ലെന്ന് അവൾക്ക് മനസ്സിലായതും അവൾ പിന്തിരിയാൻ തുടങ്ങി. പക്ഷേ അവനവളെ കണ്ടു കഴിഞ്ഞിരുന്നു. അവനവൾക്ക് സമീപം വന്നു. ഹലോ കൃഷ്ണഗാഥ മാഡം. ഒരു വഷളൻ വിളി. കാണാനില്ലല്ലോ. അല്ല, ശരിക്കും പേടിച്ചല്ലേ? പിന്നെ അനക്കമൊന്നും ഇല്ലല്ലോ. അനിയത്തി ചത്തോ അതോ ഇപ്പോഴും ജീവശവമായി കിടപ്പുണ്ടോ? ഡാ നായെ. അവൾ ദേഷ്യത്തിൽ അവൻ്റെ കരണത്തൊന്ന് പൊട്ടിച്ചു. അവൻ അവളെ ഒന്ന് രൂക്ഷമായി നോക്കിയെങ്കിലും ചുറ്റുള്ള എല്ലാവരും അവരെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കി അവൻ പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. കൂൾ ഡൗൺ. സ്ഥലം ഏതാണെന്ന് ഓർമ്മ വേണം. മാഡത്തിൻ്റെ അനിയത്തി മേലെ നിന്ന് ചാടിയതിന് ഞാനെന്ത് പിഴച്ചെന്നാ? പിന്നെ ഈ കിട്ടിയ അടി മാഡം മൂർഖനെയാണ് ചവിട്ടിയത്. ഇതിന് പകരം ഞാൻ ചോദിച്ചിരിക്കും കേട്ടോടി. അവൻ്റെ ടോൺ മാറി.
നീ എന്ത് ചോദിക്കുമെന്നാ? എന്നെ ഒന്ന് തൊടാൻ പോലും നിനക്ക് പറ്റില്ല. എന്നെങ്കിലും എൻ്റെ അനിയത്തി മടങ്ങി വരുമല്ലോ, അന്ന് നിന്നോട് ഞാൻ കണക്ക് ചോദിച്ചിരിക്കും. അതിനു മുന്നേ അവളെ ഞാനങ്ങ് തീർക്കും. കേട്ടതിൻ്റെ നടുക്കത്തിൽ അവൾ അവനെ നോക്കി. അവന് യാതൊരു ഭാവഭേദവുമില്ല. എടി കൃഷ്ണഗാഥെ, നീ കേട്ടോ, നിന്റെ അനിയത്തി ഈ സ്ഥിതിയിലാക്കിയത് ഞാൻ തന്നെയാ. അവൾ നിന്നെപ്പോലെ തന്നെയാന്നേ, ഒരു അഹങ്കാരി. വായിക്ക് ലൈസൻസ് ഇല്ല, വേണ്ട വേണ്ട എന്ന് കുറേ തവണ പറഞ്ഞതാ, അവൾ കേട്ടില്ല. ഒറ്റയടിക്കങ്ങ് കൊല്ലാന്ന് വിചാരിച്ചതാ, പക്ഷെ നടന്നില്ല. ചെറുതായി ഒന്ന് പിഴച്ചു എന്ന് വെച്ച് ഇനി നടത്തിക്കൂടാ എന്നില്ല. കൃഷ്ണ നടുങ്ങി നിൽക്കുകയാണ്. പിന്നെ കെട്ടുമ്പോൾ അല്പം റൊമാൻറ്റിക് ആയതിനെയൊക്കെ കെട്ടണ്ടേ മാഡം? അല്ലെങ്കിൽ മാഡത്തിനെ പോലെ ഇങ്ങനെ ജീവിക്കേണ്ടി വരും, സ്നേഹം കിട്ടാതെ, വേറെ ഒന്നും കിട്ടാതെ. അവൻ അർത്ഥം വെച്ച് പറഞ്ഞു. അവളെ ഒരു വഷളം നോട്ടം നോക്കി. നിന്നെ ഞാൻ പിന്നെ എടുത്തോളാടി. അത് പറഞ്ഞ് അവൻ അവിടെ നിന്ന് നടന്നു മാറി. കൃഷ്ണയുടെ നടുക്കം മാറിയിരുന്നില്ല. കണക്ക് കൂട്ടലുകൾ തെറ്റായിരുന്നില്ല. രാധയുടേത് വെറുമൊരു ആത്മഹത്യാ ശ്രമമായിരുന്നില്ല, കൊലപാതക ശ്രമം തന്നെയായിരുന്നു. ഇനി നന്ദു മാത്രമല്ല ശത്രു, അതിലും വലിയ വിഷപ്പാമ്പ് ഇവൻ തന്നെയാണ്. അവളൊരു ഉൾക്കിടിലത്തോടെ ഓർത്തു. അവൾ അവിടെ അങ്ങനെ നിൽക്കുമ്പോൾ മാനസിയും വരുണും വന്നു. കൃഷ്ണ, നീ എന്താലോചിച്ച് നിൽക്കുക, നമുക്ക് പോവാം. അവൾ പെട്ടെന്ന് തന്നെ സമനില വീണ്ടെടുത്തു. ഓക്കെ കൃഷ്ണ, ഉടനെ കാണാം, ബൈ. വരുൺ യാത്ര പറഞ്ഞ് പിരിഞ്ഞതും അവർ രണ്ടുപേരും അവിടെ നിന്ന് തിരിച്ചു. എങ്ങനെയുണ്ട് കൃഷ്ണ എൻ്റെ ഫിയാൻസി? കൊള്ളാം വല്ലേച്ചി, നല്ല മാച്ചിങ് ആണ് രണ്ടാളും. ഹോസ്പിറ്റലിൽ എല്ലാവരും പറഞ്ഞു അവർ അടുത്ത വീക്ക് ഇങ്ങോട്ട് വരും ഡേറ്റ് ഫിക്സ് ആക്കാൻ. അത് പറയുമ്പോൾ ഒരു നാണം പ്രത്യക്ഷമായി. കൃഷ്ണ ആകെ നിശബ്ദയായിരുന്നു. വല്യേച്ചി, ഞാനൊരു കാര്യം ചോദിച്ചാൽ പറയോ? എന്താടാ? ശരിക്കും ഈ ആദിയേട്ടനും ശാരികാമ്മയും അമ്മുവും നാട് വിട്ട് പോയതിനു ശേഷം പിന്നെന്താ സംഭവിച്ചത്? എടാ, അത് എനിക്ക് അതിനെക്കുറിച്ച് വലുതായി അറിയില്ല. എന്തോ അവിടെ ഇവിടെയൊക്കെ കുറച്ചറിയാം. എല്ലാം നന്നായി അറിയുന്ന അമ്മുവിനും ആദിക്കുമാണ്. എനിക്കറിയുന്നത് ഞാൻ പറഞ്ഞു തരാം, മാനസി പറഞ്ഞു തുടങ്ങി. ശാരിക ചെറിയമ്മ അധികം സ്വത്തും പണവും ഒന്നും കൊണ്ടുപോയിരുന്നില്ല. എല്ലാം ഇവിടെ ഉപേക്ഷിച്ചിട്ടാ പോയത്. കൃഷ്ണപുരം നല്ല ഗ്രാമമാണ്, ചെറിയ സുന്ദരമായ ഗ്രാമം. അവരവിടെ താമസമായി. കയ്യിലുള്ള പൈസ വെച്ച് ഒരു കുഞ്ഞ് ഓലമേന വീട് പണിഞ്ഞ് അവർ സുരക്ഷിതമായി. നല്ല സ്ത്രീയായിരുന്നു അമ്മ. ചെറിയമ്മ തോറ്റു കൊടുത്തില്ല. 2-3 ഇടങ്ങളിൽ ജോലി തിരക്കി. പക്ഷെ ചെറിയമ്മ സുന്ദരിയായിരുന്നല്ലോ, അതുകൊണ്ട് ഒരുപാട് മോശമായ പെരുമാറ്റം കാണേണ്ടി വന്നു. അതിനൊന്നും വഴിപ്പെട്ടില്ല. രാത്രികളിൽ പലരും വാതിലിന് കൊട്ടി. മക്കളെയും ചേർത്ത് പിടിച്ച് അവർ ഹൃദയമിടിപ്പോടെ ഓരോ ദിനവും തള്ളി നീക്കി. നാട്ടുകാരൊക്കെ സ്നേഹമുള്ളവരാ, അവരൊക്കെ കുറെ സഹായിച്ചു. എന്നാലും ചെറിയമ്മയ്ക്കൊരു വിഷമം. ഒടുവിൽ ഏതോ ഒരു നല്ല മനുഷ്യൻ ജോലി ശരിയാക്കി കൊടുത്തു, അടുത്തൊരു മില്ലില്. പക്ഷേ അവിടം കൊണ്ടായിരുന്നു എല്ലാത്തിൻ്റെയും തുടക്കം. കൃഷ്ണ ആകാംക്ഷയോടെ കാതു കൂർപ്പിച്ചു. മാനസി തുടർന്നു. പിന്നീട് എന്ത് സംഭവിച്ചു വല്യേച്ചി? ആ നല്ല മനുഷ്യൻ ഇടയ്ക്കിടെ അവരുടെ വീട്ടിൽ വരാനും അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കാനും തുടങ്ങി. ആളുകൾ തെറ്റിദ്ധരിച്ചു. മനുഷ്യരല്ലേ, നല്ല രീതിക്കൊന്നും പോകുന്നത് ഇഷ്ടപ്പെടില്ല. അവിഹിതമാണെന്ന് പറഞ്ഞുണ്ടാക്കി മോശം കഥകൾ മെനഞ്ഞു അവരെ രണ്ടുപേരെയും ചേർത്ത്. അപ്പോ ചേച്ചി എന്താ കരുതുന്നേ? ശാരികാമ്മ ശരിക്കും? അങ്ങനെ ചോദിച്ചാൽ ഞാൻ അങ്ങനെ കരുതുന്നില്ല. പക്ഷെ വീട്ടിലങ്ങനെയല്ല, എല്ലാവരും അങ്ങനെയാ ധരിച്ചിരിക്കുന്നത്. ശരിക്കും ശാരികാമ്മയ്ക്ക് അയാളുമായി ബന്ധമുണ്ടെന്ന്. ചെറിയച്ഛനോടുള്ള പകരം വീട്ടൽ. അല്ലെങ്കിൽ പിന്നെ ഒന്നുമില്ലാതെ പോയ ശാരികാമ്മ എങ്ങനെയാ നല്ല രീതിയിൽ ജീവിച്ചത്? വെറുതെ ഒരാൾ ഇതൊക്കെ കൊടുക്കോ? അല്ല വല്യേച്ചി, നാട് വിട്ടുപോയ ശാരികാമ്മയെക്കുറിച്ച് നിങ്ങൾ എങ്ങനെയാ അറിഞ്ഞേ? ഓ അതോ, ഈ നാട്ടിലുള്ള ആരോ ഒരാൾ എന്തിനോ കൃഷ്ണപുരത്ത് പോയപ്പോൾ അപ്രതീക്ഷിതമായി ചെറിയമ്മേനെ കണ്ടു. അവരെക്കുറിച്ച് അവിടെയുള്ളവരുടെ അഭിപ്രായമൊക്കെ അങ്ങനെ ഇവിടെ വന്ന് പറഞ്ഞു. ഓ എന്നിട്ട്? അങ്ങനെ എല്ലാം കേട്ട് മനം മടുത്ത് ചെറിയമ്മോനെ റെയിൽവേ പാളത്തിൽ തലവെച്ചു. അത്രേ ഉള്ളൂ, എനിക്ക് അത്രേ അറിയൂ. കൃഷ്ണ ഒന്ന് നിശ്വസിച്ചു. ശാരികാമ്മ മരിച്ചിട്ടില്ലെന്ന സത്യം അവൾ മനസ്സിൽ ഒളിപ്പിച്ചു. വല്യേച്ചി, നിങ്ങൾ കണ്ടിരുന്നോ ശാരികാമ്മയുടെ ശരീരാവശിഷ്ടങ്ങൾ? എൻ്റെ പൊന്നു കൃഷ്ണേ, ട്രെയിനടിയിൽപ്പെട്ടാൽ എന്ത് കിട്ടാനാണ്? അത് കാണാതെ ഇരിക്കുന്നതല്ലേ ഭേദം. അത് മാത്രമൊന്നുമല്ല, അന്നൊരു കത്തെഴുതി വെച്ചിട്ടാ ചെറിയമ്മ ആത്മഹത്യ ചെയ്തത്. ആ കത്തിലാണ് ആദിയോട് അമ്മുവിനെയും കൂട്ടി നമ്മുടെ വീട്ടിലേക്ക് പോവാൻ എഴുതിയിരുന്നത്. അതവൻ ചെയ്തു. അന്നവർക്ക് അറിയില്ലായിരുന്നു അമ്മ എവിടേക്കാ പോയതെന്ന്. അവർ വന്നു കഴിഞ്ഞപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് ഇവിടെ നിന്ന് 2-3 പേര് നാട്ടിൽ അന്വേഷിക്കാൻ പോയി. അപ്പോഴാണ് അറിഞ്ഞത് അവർ തീവണ്ടിക്ക് തല വെച്ചു എന്ന്. മറ്റൊന്നും അവർക്കറിയില്ല. ഒരു കഷ്ണമായ ബോഡി സ്റ്റേഷനിൽ നിന്ന് കിട്ടിയെന്ന് മാത്രമായിരുന്നു അവർക്ക് അറിയുന്നത്. അർഹതപ്പെട്ട ബന്ധുക്കൾ വരാതിരുന്നത് കൊണ്ട് റെയിൽവേക്കാർ തന്നെ അത് പെറുക്കി അങ്ങ് നിക്ഷേപിച്ചു. ആളെ തിരിച്ചറിയാൻ പറ്റാത്ത വിധം വികൃതമായിരുന്നു എന്നൊക്കെയാ പറഞ്ഞു കേട്ടത്. മാനസി പറഞ്ഞതിനോട് യോജിക്കാൻ കൃഷ്ണയ്ക്ക് കഴിഞ്ഞില്ല. എന്താണ് ഇതിൻ്റെയൊക്കെ അർത്ഥം? റെയിൽവേ സ്റ്റേഷനിൽ ജീവനൊടുക്കിയെന്ന് പറയുന്ന ശാരിക ജീവനോടെ ഉണ്ട്. പിന്നെ എന്താണ് അങ്ങനെ ഒരു വാദം? മറ്റാരുടെയെങ്കിലും ബോഡി ആവാമല്ലോ അത്, അവൾ ഊഹിച്ചു. കൃഷ്ണൻ, നീ ആദിയോട് ചോദിച്ചു നോക്ക്, അവനറിയാമല്ല.
അയ്യോ വേണ്ട, അന്ന് തന്നെ എന്നെ കൊന്നില്ലെന്നേ ഉള്ളൂ. ഇനി ചോദിച്ചാൽ ചിലപ്പോൾ അതും ഉണ്ടാവും. അവനത് ഓർക്കുന്നത് ഇഷ്ടമല്ല. അവൻ ഞങ്ങളോടൊക്കെ ഒരുതരം വെറുപ്പാണെന്നേ. ഞങ്ങൾ എന്ത് ചെയ്തിട്ടാണെന്നറിയില്ല. ഞങ്ങളോട് സ്നേഹത്തോടൊന്നും സംസാരിക്കുക പോലുമില്ല. സ്നേഹമൊക്കെ ഉണ്ട് വല്യേച്ചി, എല്ലാവരോടും ഉണ്ട്. പക്ഷെ ഒരുതരം ദേഷ്യമാണ് സ്വയം. അത് മാറണം. നിന്നെ അവന് ഭയങ്കര ഇഷ്ടമാടി. അത് ചേച്ചിക്ക് എങ്ങനെ മനസ്സിലായി? അവനിങ്ങനെ ആരെയും കൊണ്ട് ട്രിപ്പിനൊന്നും പോവാറില്ല. അമ്മുവിനെ കൊണ്ടുപോകുന്നത് വരെ വളരെ റെയറാണ്. പക്ഷെ നിന്റെ കാര്യത്തിൽ അവന് ഭയങ്കര ശ്രദ്ധയാണ്. കൃഷ്ണ മൃദുവായി പുഞ്ചിരിച്ചു. മാനസി അവളെ വീടിന് മുന്നിൽ ഡ്രോപ്പ് ചെയ്തു. വരുന്നില്ലേ വല്യേച്ചി? ഇല്ല മോളെ, പോട്ടെ, സമയം ഒരുപാടായില്ലേ, പിന്നെ ഒരിക്കലാവാം. മാനസി ഡ്രൈവ് ചെയ്തു പോയി. കൃഷ്ണയെ കണ്ടതും ലക്ഷ്മിയമ്മയ്ക്ക് സന്തോഷമായി. അവർ അവളെ കെട്ടിപ്പിടിച്ചു. എത്ര നാളായി മോളെ നിന്നെ കണ്ടിട്ട്? അവർ അവളെ ചുംബിച്ചു. സുഖമല്ലേ മോളെ നിനക്കവിടെ? സുഖമാണ് അമ്മേ. അമ്മ എന്താ അങ്ങോട്ട് വരാത്തത്? വന്നതേ ഇല്ലല്ലോ കല്യാണം കഴിഞ്ഞിട്ട്. മനഃപൂർവ്വം വരാത്തതാണ് മോളെ. അവർ വലിയ ആളുകൾ. നമ്മളൊക്കെ വന്നാൽ അവർക്ക് ഇഷ്ടപ്പെടില്ല, അതാ. അങ്ങനെയൊന്നുമില്ല അമ്മ, ഞാനുണ്ടല്ലോ അവിടെ. എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് അങ്ങോട്ട് വരാം. വീടൊന്നും കണ്ടില്ലല്ലോ, ഇനി ഒരിക്കൽ വരണം കേട്ടോ. വരാം, നീ അകത്തേക്ക് ചെല്ല്. അല്ല, ആദിമോൻ എവിടെ? ഏട്ടൻ വന്നില്ല, വർക്കുണ്ട്. ഞാനിങ്ങ് പോരുന്നു വല്യേച്ചിയുടെ കൂടെ. ദേവി എവിടെ? അവൾ അകത്തേക്ക് കയറി. ദേവി അവളെ കണ്ട് പുറത്തേക്ക് വന്നു. അവളുടെ തലയിൽ ബാൻഡേജ് ഒട്ടിച്ചിരുന്നു. മുറിവുണങ്ങിയോ മോളെ? വേദനയുണ്ടോ? വേദന കുറച്ച് കുറഞ്ഞു ചേച്ചി, കുഴപ്പമില്ല. അവൾ മൃദുവായി പുഞ്ചിരിച്ച് പറഞ്ഞു. മോളെ, അവൾക്ക് സംഭവിച്ചത് പോട്ടെന്ന് വയ്ക്കാം. എനിക്ക് നിൻ്റെ കാര്യം ഓർത്താ മോളെ പേടി. അവൻ നിൻ്റെ കാര്യമാണ് പറഞ്ഞത്. സത്യത്തിൽ നിങ്ങൾ തമ്മിലുള്ള ബന്ധം എന്താ മോളെ? അവന് നിന്നോട് എന്താ അത്ര ദേഷ്യം? അവനെന്നെ ഇഷ്ടമായിരുന്നു അമ്മേ. ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ ഒരുമിച്ച് പഠിച്ചതാ. അവൻ്റെ പ്രേമം സ്വീകരിക്കാത്തത് കൊണ്ടുള്ള ദേഷ്യത്തിലാവൻ. പക്ഷെ അമ്മ പേടിക്കേണ്ട, അവന് ശരിക്കും കിട്ടിയിട്ടുണ്ട്. ഇനി അവൻ ചെയ്യില്ല. ആരുടേന്ന്? വേറെ ആരുടേന്നാ? ആദ്യേട്ടൻ്റെയും തന്നെ. നല്ല മാസ് ഇടിയല്ലേ കിട്ടിയത്. ആണോ? സ്നേഹം ഉണ്ടോടി അവന് നിന്നോട്? പിന്നല്ലാണ്ട്. ആദ്യേട്ടൻ എന്നോട് എന്ത് സ്നേഹമാണെന്നോ. അവൻ നല്ല പയ്യനാ. ലക്ഷ്മി അമ്മയ്ക്ക് സന്തോഷം തോന്നി. കൃഷ്ണ എല്ലാം മറച്ചു വെച്ചു. മായയില്ലേ? മായ വീട്ടിൽ പോയല്ലോ. അവളൊരു 6 മണിയാകുമ്പോൾ വീട്ടിൽ പോവും. രാധയ്ക്ക് മാറ്റം വല്ലതും ഉണ്ടോ? വലിയ മാറ്റമൊന്നുമില്ല, എന്നാലും പ്രതീക്ഷയുണ്ട്. ചെറിയ മാറ്റങ്ങളൊക്കെയുണ്ട്. 1 വർഷം എടുക്കുമെന്ന് തോന്നുന്നു എല്ലാം ഒന്ന് നേരെയാവാൻ. ഓക്കെ. ഏറെ ദിവസത്തിന് ശേഷം അവർ ഒരുമിച്ച് അത്താഴം കഴിച്ചു. കിടക്കാനൊരുങ്ങാൻ പോയ കൃഷ്ണയുടെ അടുത്തേക്ക് ലക്ഷ്മിയമ്മ വന്നു. അല്ല മോളെ, ചോദിക്കുന്നത് കൊണ്ടൊന്നും തോന്നരുത്. കല്യാണം കഴിഞ്ഞിട്ട് 2-3 മാസമായില്ലേ? മുഖവുര കേട്ടപ്പോൾ കൃഷ്ണയ്ക്ക് കാര്യം ഏകദേശം മനസ്സിലായി. വിശേഷം വല്ലതും? അവർ മടിയോടെ ചോദിച്ചു. കൃഷ്ണയ്ക്ക് ഇടനെഞ്ചിൽ വേദന അനുഭവപ്പെട്ടു. അവളത് മറച്ചു വെച്ചു. എന്താ അമ്മേ, നിങ്ങൾ വയസ്സായവർക്കൊക്കെ ആ ഒരു വിചാരമേ ഉള്ളൂ. ഞങ്ങളുടെ മാനസികാവസ്ഥ ഒന്ന് ആലോചിക്കണം. ലവ് മാരേജ് ഒന്നും അല്ലല്ലോ, അറേഞ്ച്ഡ് അല്ലേ. മനസ്സിലാക്കി വരുന്നതേ ഉള്ളൂ. ഒരു സാവകാശം ഇല്ലേ അമ്മ? 1 വർഷമൊന്നും ആയില്ലല്ലോ, 2 മാസം കഴിഞ്ഞതല്ലേ ഉള്ളൂ. ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ മോളെ, വിട്ടേക്ക്. അവൾ മുറിയിൽ നിന്ന് പുറത്തേക്ക് പോയതും അവൾ വാതിലടച്ചു. ശേഷം അവളുടെ ചുരിദാറിൻ്റെ ദുപ്പട്ട ടോപ്പിനിടയിലൂടെ വയറിലേക്ക് തിരികെ വെച്ചു. ഗർഭിണിയെ പോലെ നിലക്കണ്ണാടിക്ക് മുന്നിൽ നിന്നു മെല്ലെ തലോടി. അവളുടെ കണ്ണുകൾ പൊടുന്നനെ നിറഞ്ഞു. അവൾ അത് തുടച്ചു. അല്ല കൃഷ്ണേ, നീ എന്തിനാ കരയുന്നത്? നിന്റെ മനസ്സിൽ ഒരമ്മ ഉണ്ടല്ലേ, ഉറങ്ങിക്കിടക്കുന്ന ഒരു അമ്മ മനസ്സ്. എല്ലാ സ്ത്രീകളെയും പോലെ നീയും അത് കൊതിക്കുന്നുണ്ടല്ലേ. നിന്റെ പ്രിയതമനെ, കുഞ്ഞിനെ ഏറ്റുവാങ്ങാൻ ഹൃദയം തുടിക്കുന്നുണ്ടല്ലേ. വിഷമിക്കേണ്ട, എല്ലാം ശരിയാവും. ആദ്യം നിന്നെ അംഗീകരിക്കുന്ന ഒരു ദിവസം വരും. സ്റ്റേ സ്ട്രോങ്. അവൾ കണ്ണുനീർ തുടച്ച് പുഞ്ചിരിയോടെ സ്വയം കണ്ണാടിയിൽ കണ്ട പ്രതിബിംബത്തോട് സംസാരിച്ചു. അവൾ ഫോണെടുത്ത് ആദിക്ക് മിസ്ഡ് കോൾ അടിച്ചു. തുടരും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ കഥ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. നന്ദി.